ഹായ് ഓൾ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു കുഞ്ഞ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഗോ ത്രൂ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിന് അറിയാൻ പറ്റും, എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയതാണ്. കഴിഞ്ഞ റീസെൻ്റ്ലി എനിക്കൊരു റവന്യൂ കൂടെ ജനറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും ഇല്ല കേട്ടോ. സെക്കൻഡ് ടൈമാണ് റവന്യൂ ജനറേറ്റ് ആവുന്നത്. ഫസ്റ്റ് ടൈം 10 months ബിഫോർ ആണ് ഫസ്റ്റ് ടൈം ആയിട്ട് റവന്യൂ ജനറേറ്റ് ആയത്. ഇത് സെക്കൻഡ് ടൈമാണ് റവന്യൂ ജനറേറ്റ് ആവുന്നത്. അതിൽ പറ്റിയ എനിക്കൊരു അമളി അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടി ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് അത് ഗോ ത്രൂ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആസ് എ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണെന്നല്ലേ, നിങ്ങൾക്ക് നമ്മളെല്ലാവരും ഭയങ്കര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലേ ഒരു കണ്ടന്റ് ക്രിയേറ്റിംഗ് ചെയ്യുക. സക്സസ് ആവുക എന്ന് പറയുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അറിയാം, ഒരുപാട് പേര് ഇപ്പോഴും മോണിറ്റൈസേഷൻ ആവാത്തവരുണ്ടാവും. അതേപോലെ മോണിറ്റൈസേഷൻ ആയിട്ട് റവന്യൂ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നവരൊക്കെ ഉണ്ടാവും. കാരണം എല്ലാവരും ഒരുപാട് പേരുടെ വീഡിയോസൊക്കെ നല്ല രസമുള്ള വീഡിയോസ് ആയിരിക്കും, പക്ഷെ അതിന് വ്യൂസ് കുറവായിരിക്കും. ഒട്ടും ഒരു എന്താ പറയുക, രസമില്ലാത്ത വീഡിയോസ് എന്ന് പറയാൻ പറ്റില്ല. എന്താ ഞാൻ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നും ഉണ്ടാവില്ല, ഒരു തീം, ഒരു കണ്ടന്റോ ഒന്നും ഉണ്ടാവില്ല. ചുമ്മാ എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്ന വീഡിയോസിനൊക്കെ ഭയങ്കര വ്യൂസ് ഒക്കെ ആയിരിക്കും, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. പക്ഷെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്, അവർക്കൊന്നും എത്താത്തതുണ്ടാവും. അപ്പോൾ ഒരു വിധത്തിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി. ഇപ്പോൾ 3 വർഷമായി ഞാൻ യൂട്യൂബ് ജേർണി തുടങ്ങിയിട്ട്. എൻ്റെ ഒരു എഫേർട്ടിന് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു റവന്യൂ ജനറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ജനറേറ്റ് ആയ റവന്യൂ വന്നിട്ട് കയ്യിൽ കിട്ടുന്നതിന് മുമ്പേ യൂട്യൂബിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നിരുന്നു. ഇന്ന മാതിരി യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് മനസ്സിലാവും, നിങ്ങൾക്ക് റവന്യൂ ഇത്ര ആയി കഴിഞ്ഞാൽ ഇത്ര $100 ആണ് മിനിമം വേണ്ടത്. അത് ടാക്സ് കഴിച്ചുള്ള എമൗണ്ട് നമുക്ക് അവർ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും മിനിമം $100 ആവുമ്പോൾ. അപ്പൊ എനിക്ക് എൻ്റെ ആ ഒരു ഇത് റീച്ച് ആയപ്പോൾ, നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് ആ മിനിമം ക്രൈറ്റീരിയ ഞാൻ റീച്ച് ആയിട്ടുള്ളൂ. സെപ്റ്റംബർ 22 ഇന്നമാതിരി ക്രൈറ്റീരിയ റീച്ച് ആയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എമൗണ്ട് ക്രെഡിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. 10 ദിവസം കഴിഞ്ഞു, 15 ദിവസം കഴിഞ്ഞു, എൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ഞാൻ അന്ന് നാട്ടിൽ പോവായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്താ പറയുക, ക്രെഡിറ്റ് ആവുമായിരിക്കും, എന്താ ഇത് സംഭവം, ക്രെഡിറ്റ് ആവുന്നില്ലല്ലോ. എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ക്രെഡിറ്റ് ആവും, വെയിറ്റ് ചെയ്യൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. എനിക്ക് ആകെ ടെൻഷനായി തുടങ്ങി. കാരണം പൈസ ഇനി എങ്ങാനും പോവോ, യൂട്യൂബിൽ നോക്കുമ്പോൾ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ അപ്പോൾ ഈ ഒരു വഴിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ഫേസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ $100 എത്തി, ഇനിയും ബാങ്കിലേക്ക് എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ആവാത്തത്, എനിക്ക് ക്രെഡിറ്റ് ആവാതിരിക്കാനുള്ള റീസൺസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കാരണം എനിക്കും ഇതുപോലെ സംഭവിച്ചു. സെപ്റ്റംബർ 22 എനിക്ക് ഇത്ര എമൗണ്ട്, നമ്മൾ ഒരിക്കലും എമൗണ്ട് എത്രയാണെന്ന് റിവീൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ആ എമൗണ്ട് ആ മെൻഷൻ ചെയ്ത എമൗണ്ട് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. മോസ്റ്റ്ലി വയർ ട്രാൻസ്ഫർ ആയിരിക്കും ചെയ്യുന്നുണ്ടാവും. വയർ ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ ആൻഡ് യൂട്യൂബ് സ്റ്റുഡിയോയിലും ആഡ്സെൻസ് അക്കൗണ്ടിലും കാണിച്ചു. പക്ഷേ എനിക്ക് എമൗണ്ട് റിസീവ് ആവുന്നില്ല. അപ്പം ഞാൻ പേഷ്യൻ്റ്ലി നമുക്ക് ഇന്ത്യൻ ഹോളിഡേയ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നതുകൊണ്ട് 15 ദിവസം വെയിറ്റ് ചെയ്തു. സംഭവം എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നിങ്ങൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നേരെ നിങ്ങൾ ഒരു 15 ബിസിനസ് ഡേയ്സ് വെയിറ്റ് ചെയ്യുക. 15 ബിസിനസ് ഡേയ്സ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് യൂട്യൂബ് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണും. അവിടെ പോയി കണക്ട് ചെയ്യുക. അവർ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവർ ഞങ്ങളുമായിട്ട് ഞാൻ അങ്ങനെ ഒരു 15 ബിസിനസ് ഡേയ്സ് കണക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു 15 ബിസിനസ് ഡേയ്സ്, ഞാൻ 15 ബിസിനസ് ഡേയ്സ് ആവുന്നതിന് മുമ്പ് കണക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ കാര്യം മെൻഷൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ജസ്റ്റ് ഒരു 15 ബിസിനസ് ഡേയ്സ് വെയിറ്റ് ഒരുപാട് 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് യൂട്യൂബ് സപ്പോർട്ടിന് കിട്ടിയത് കേട്ടോ. കാരണം ഞാൻ മേ ബി ബിസി ടൈമിലാണോ അവരുമായിട്ട് കണക്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു 15 ബിസിനസ് ഡേയ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ ഇന്ന കുറച്ച് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാൻ പറഞ്ഞു. അതായത് അവർ പറഞ്ഞ സ്റ്റെപ്പുകൾ ഇതൊക്കെയാണ്. നിങ്ങൾ ആദ്യം കണക്ട് ചെയ്യുക ഈ യൂട്യൂബ് സപ്പോർട്ടിനായിട്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റീസൺ പറയാം. നിങ്ങൾക്കിപ്പോൾ എന്ത് സപ്പോർട്ടും അതിലൂടെ കിട്ടുന്നതായിരിക്കും. ഈവൻ മോണിറ്റൈസേഷൻ പോളിസീസ് ആയിട്ടുള്ളതായിട്ടാം, അല്ലെങ്കിൽ വേറെ വല്ല എന്തെങ്കിലും നിങ്ങൾ
ചാനലിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നതാണെങ്കിലും നിങ്ങൾക്ക് ആ യൂട്യൂബ് സപ്പോർട്ടിൽ പോയിട്ട് യൂട്യൂബ് സപ്പോർട്ട് ചാറ്റ് പ്രോസസ്സിലായിട്ട് ചാറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചാറ്റ് ചെയ്തപ്പോൾ അവർ 15 ബിസിനസ് ഡേറ്റ് വർക്ക് ചെയ്യാൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എമൗണ്ട് വന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യാൻ പറഞ്ഞു, ഒരു സ്വിഫ്റ്റ് കോപ്പിക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അതായത് സ്വിഫ്റ്റ് കോപ്പിക്ക് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ബാങ്കുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഏതർ അവർ ചെക്ക് ചെയ്യും അവരുടെ ബാങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർ ആദ്യം ഞാൻ അതിന് ശേഷം ആ മെയിലിൽ തന്നെ അവർ ഡീറ്റെയിൽഡ് മെയിൽ നമുക്ക് അയക്കുന്നതായിരിക്കും. ആ മെയിലിൽ തന്നെ അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു സ്വിഫ്റ്റ് കോപ്പി റിക്വസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ചെയ്തിരുന്നു. അപ്പോൾ 15 ബിസിനസ് ഡേയ്സ് വെയിറ്റ് ചെയ്തിട്ടും എനിക്ക് വന്നില്ല. അപ്പോൾ വരാത്തതുകൊണ്ട് ഞാൻ നേരെ സ്വിഫ്റ്റ് കോപ്പിക്ക് റിക്വസ്റ്റ് ചെയ്തു. അവർ ഇമീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളത് തന്നെ സത്യം. സൺഡേ ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, സൺഡേ ഓഫ് ഡേ ആയതുകൊണ്ടായിരിക്കാം. മൺഡേ അവർ റെസ്പോണ്ട് ചെയ്തു, എങ്ങനെ ഞങ്ങളുടെ ബാങ്കുമായിട്ടൊന്ന് കണക്ട് ചെയ്യട്ടെ, നിങ്ങളുടെ എന്താണ് ഇഷ്യൂ എന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണക്ട് ചെയ്തു. അപ്പോൾ അവരത് നോക്കിയിട്ട് മെയിൽ അയച്ചു, റെസ്പോണ്ട് ചെയ്തു, എനിക്ക് വീണ്ടും റെസ്പോണ്ട് ചെയ്തു. ഞങ്ങളുടെ സൈഡിൽ നിന്ന് എമൗണ്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, ഞങ്ങൾ സ്വിഫ്റ്റ് കോപ്പിയും ഡീറ്റെയിൽസും നിങ്ങൾക്ക് തരുന്നതാണ്, റിസിപ്റ്റും എല്ലാം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബാങ്കുമായിട്ട് അപ്രോച്ച് ചെയ്യുമെന്നുള്ളത്. ഇതിൽ എവിടെയാണ് പ്രോബ്ലം വന്നതെന്ന് എനിക്കറിയില്ല. ഫോറക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇഷ്യൂ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വയർ ട്രാൻസ്ഫർ ആയതുകൊണ്ട്, ഇന്റർനാഷണൽ ട്രാൻസ്ഫർ ആയതുകൊണ്ട് ഫോറക്സ് വഴിയാണ് നമുക്ക് എമൗണ്ട് വരുന്നത്. അപ്പോൾ ഞാൻ നേരെ പോയി എൻ്റെ ബാങ്ക് ഓഫ് ബറോഡ ആയിരുന്നു, അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഫോറക്സിലേക്ക് മെയിൽ അയക്കാം, എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ വന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ നേരത്തെ സംഭവം ചോദിച്ചിരുന്നു, അപ്പോൾ എൻ്റെ അക്കൗണ്ടിന് ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. ഞാൻ ഓൾറെഡി ബാങ്കിൽ ചോദിച്ചിരുന്നു, എൻ്റെ ബാങ്കിൽ ചോദിച്ചപ്പോൾ ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളത് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ എമൗണ്ട് ക്രെഡിറ്റ് ആവാൻ വേണ്ടി ഈ ലെങ്തി പ്രോസസ്സിന് എനിക്ക് ഒരു 2 മാസം ടൈം എടുത്തു. എൻ്റെ എമൗണ്ട് ജനറേറ്റ് ആയ എമൗണ്ട്, ഓൾറെഡി ട്രാൻസ്ഫർ ആയ എമൗണ്ട് കിട്ടാൻ വേണ്ടി 2 മാസം എടുത്തു എന്നുള്ളതാണ് സത്യം. ഇത് എനിക്ക് പ്രോസസ്സ് അറിയാത്തതുകൊണ്ട് മെല്ലെ അവരോട് ചാറ്റ് ചെയ്ത് പിന്നെയും വെയിറ്റ് ചെയ്ത് പിന്നെയും പോയി. പിന്നെ എനിക്ക് ബാങ്കിൽ വരണമെങ്കിൽ ഞാൻ നാട്ടിലായതുകൊണ്ട് ബാങ്കിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. 1 മന്ത് നാട്ടിലായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ 1 മന്ത് പോയി. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്ന് അവരുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്, ബാങ്കുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ അവന് വരുന്നതാണ്. അങ്ങനെ മെയിൽ റെസ്പോണ്ട് ചെയ്യാൻ ഞങ്ങൾ ഫോറക്സ് ഡിപ്പാർട്ട്മെന്റിന് മെയിൽ അയച്ചിട്ടുണ്ട്, റെസ്പോൺസ് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷെ താങ്ക് ഗോഡ് 2 ഡേയ്സിനുള്ളിൽ എനിക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആയി. ഇതുപോലെ ഒരുപാട് പേർക്ക് ഇഷ്യൂ വരുമായിരിക്കാം. കാരണം എനിക്ക് വന്നൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ നാട്ടിൽ പോയ സമയത്ത് മോൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യണം, എൻ്റെ യൂട്യൂബിൽ നിന്ന് വന്ന വരുമാനത്തിൽ നിന്ന് പറഞ്ഞിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ എമൗണ്ട് വന്നിട്ടില്ല. ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ ക്രെഡിറ്റ് ആയിട്ടില്ല എന്നുള്ള രീതിയിൽ. അത് ക്രെഡിറ്റ് ആയി. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണേണ്ടതാണ്. ഇത് ഞാൻ എങ്ങനെയാണ് ചാറ്റ് പ്രോസസ്സിലേക്ക് പോകാനുള്ളൊരു ഇത് ഞാൻ കാണിച്ചു തരാം. യൂട്യൂബ് ചാറ്റ് പ്രോസസ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഗൂഗിളിൽ യൂട്യൂബ് സ്റ്റുഡിയോ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പോവുക. അക്കൗണ്ടിൽ പോയതിന് ശേഷം നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചാറ്റിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചാറ്റ് പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. പിന്നെ അതൊരു കുഞ്ഞു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കും. ഇല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആവുമ്പോൾ ഇതൊന്ന് മൈൻഡിൽ വെക്കുക. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ റവന്യൂ ജനറേറ്റ് ആയിട്ടുള്ള ഇഷ്യൂസോ മോണിറ്റൈസേഷൻ ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഈ യൂട്യൂബ് പോളിസീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അവർ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ഈ കുഞ്ഞു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, യൂസ്ഫുൾ ആയവർക്ക് ഷെയർ ചെയ്യുക. ഇനിയും ചാനലിനെ വളർത്തുക. ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗും ഇങ്ങനത്തെ ഓരോരോ യൂസ്ഫുള്ളും ടിപ്സും ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അടുത്തൊരു വീഡിയോയിലായിട്ട് വരുന്നത് വരയ്ക്കും. ബൈ ബൈ, ടാറ്റ, ടേക്ക് കെയർ.